പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്കൂൾ ഓഫ് മൈൻഡ് പവർ സ്നേഹ സൗഹൃദ കൂട്ടായ്മയുടെ 10ാമത് സെലിബ്രേഷൻ ആഘോഷിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മ നേരുന്നു. ഒപ്പം പ്രിയപ്പെട്ട നമ്മുടെ സന്തോഷ് സാറ്, ഇതിൻ്റെ ഫൗണ്ടർ, സ്കൂൾ ഓഫ് മൈൻഡ് പവർ സ്നേഹ സൗഹൃദ കൂട്ടായ്മയുടെ ഫൗണ്ടർ സന്തോഷ് സാറിന് ഒത്തിരി സ്നേഹത്തോടെ നന്മകൾ നേരുന്നു. നമുക്കറിയാം, ഒരു ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അതിൽ സഹനശക്തി, ക്ഷമ ഒക്കെ ആവശ്യമാണ്. അതെല്ലാം ആർജിച്ച് ഈ ഗ്രൂപ്പ് 10 വർഷം മുന്നോട്ട് കൊണ്ടുപോയ പ്രിയപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്തിന് സന്തോഷ് സാറിന് ഒരായിരം നന്ദി, ആശംസകൾ. എല്ലാവർക്കും നമസ്കാരം. സ്കൂൾ ഓഫ് മൈൻഡ് പവറിൻ്റെ സെലിബ്രേഷന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഹായ് കൂട്ടുകാരെ, സ്കൂൾ ഓഫ് മൈൻഡ് പവറിന്റെ സെലിബ്രേഷന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ശ്രീ സന്തോഷ് കുമാർ ബി. ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെയും മനഃശക്തി പരിശീലനത്തിലൂടെയും കഴിഞ്ഞ 20 വർഷമായി നിരാലംബർക്ക് ആശ്രിതനായി, അനാഥർക്ക് നാഥനായി, തെരുവിൽ കിടക്കുന്നവർക്കും അനാഥാലയങ്ങൾക്കും ആരിൽ നിന്നും ഒരു സംഭാവന പോലും സ്വീകരിക്കാതെ ആഹാരവും വസ്ത്രവും കൊടുക്കുന്ന ചാരിറ്റി പ്രവർത്തകനാണ്. കഴിഞ്ഞ 20 വർഷമായി തികച്ചും സൗജന്യമായി മൈൻഡ് പവർ ട്രെയിനിങ് ആൻഡ് സോഷ്യൽ സർവീസ് നടത്തിവരുന്നതിന്റെ ഭാഗമായി 2 നാഷണൽ റെക്കോർഡും ലഭിച്ചു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, എലൈറ്റ് ബുക്ക് ഓഫ് റെക്കോർഡ്സ്. ഇതുകൂടാതെ ഹ്യൂമൻ റൈറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മിഷൻ എന്ന സംഘടനയുടെ കൺസ്യൂമർ വിജിലൻസ് സോഷ്യൽ സർവീസ് വിൻഡ് അവാർഡ് വിന്നർ. സ്നേഹസൗഹൃദ കൂട്ടായ്മയായ സ്കൂൾ ഓഫ് മൈൻഡ് പവറിലെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഈ 10ാം വർഷ ആഘോഷ ദിനത്തിൽ ഞാനും ഈ ഗ്രൂപ്പിൻ്റെ ഒരു അംഗമാണെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷവും അതിലുപരി അഭിമാനമാണുള്ളത്. ഈ ഗ്രൂപ്പ് ഇത്രയും വർഷം പിന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മുടെ ബഹുമാന്യനായ ഡോക്ടർ സന്തോഷ് സാർ തന്നെയാണ് കാരണം. സാറിൻ്റെ ആ നല്ല മനസ്സും നല്ല പ്രവൃത്തികളും കൊണ്ടാണ് നമുക്ക് ഈ ഗ്രൂപ്പ് ഇത്രയും വർഷം മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചത്. അതുമാത്രമല്ല, നമ്മൾ എല്ലാവർക്കും ഒരു ഡെയിലി നമുക്കൊരു പോസിറ്റീവ് വൈബ് തരികയും അതേപോലെ തന്നെ പല കാര്യങ്ങൾ നമുക്ക് അറിയാനും സാധിക്കുന്നുണ്ട്. ഈ ഒരു ഗ്രൂപ്പിലൂടെ നമുക്കൊരു ടാസ്ക്കായിട്ട് തരികയാണ്. ഓരോ വീഡിയോസും കണ്ട് ആ വീഡിയോനെ പറ്റി ഒപ്പീനിയൻസ് പറയുക, അതിനെപ്പറ്റി വ്യാഖ്യാനിക്കുക, എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും ബാക്കിയുള്ളവരോട്. അതുപോലെ തന്നെ അവരെന്ത് ആ ഒരു ടാസ്കിനെ പറയുന്നു അല്ലെങ്കിൽ എങ്ങനെ അവർ വിലയിരുത്തുന്നു എന്നൊക്കെ നമുക്കും അറിയാൻ സാധിക്കും. എല്ലാ മനുഷ്യർക്കും പല ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ് ആയിരിക്കും ഓരോ കാര്യങ്ങളിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നു. വേറെ നമുക്ക് തന്നെ ഒരു പോസിറ്റീവായിട്ട് ഒരു ഫീല് തോന്നുന്നു. ഇതൊക്കെ ഒരു നല്ല പ്രവൃത്തികളാണ്. നമ്മൾ ഡെയിലി ചെയ്ത് ശീലിക്കേണ്ടതാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ലിസണിങ് സ്കില്ലൊക്കെ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ ഈ ഗ്രൂപ്പ്. അത് എനിക്കും പേഴ്സണലി ഒരുപാട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാലയളവിൽ കുറച്ച് നാളായിട്ടുള്ളൂ എങ്കിൽ പോലും ഒരുപാട് മാറ്റങ്ങൾ സംസാരിക്കുന്ന ഒരു ശൈലിയിലാണെങ്കിലും കുറേ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ബെറ്റർ ആക്കാൻ പറ്റുന്നൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ സ്കൂൾ ഓഫ് മൈൻഡ് പവർ. അതുമാത്രമല്ല, ഡെയിലി നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാം. നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നമുക്കത് നീക്കം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. സ്വയം വളരുക, മറ്റുള്ളവരെ വളർത്തുക എന്ന ഈ ഒരു തോട്ടിന്
നല്ലൊരു ആ ഒരു വലിയൊരു തോട്ടിന് അതിൻ്റെതായ വാല്യൂ കൊടുത്തുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഈ ഗ്രൂപ്പ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇനിയും ഒരുപാട് നാൾ ഈ ഗ്രൂപ്പ് നിലനിൽക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റണം എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. സ്നേഹ സൗഹൃദ കൂട്ടായ്മയായ ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് മൈൻഡ് പവറിലെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗ്രൂപ്പിൻ്റെ എല്ലാമായ സന്തോഷിക്കും അതിൻ്റെ കോർഡിനേറ്റർമാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഗ്രൂപ്പ് സ്റ്റാർട്ടായിട്ട് 10 വർഷം തികയുകയാണ്. ഈ സെലിബ്രേഷൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇതൊരു വാട്സപ്പ് കൂട്ടായ്മയാണ്. യാതൊരു പരിഭവമോ പരാതിയോ ഇല്ലാതെ ഇത്ര ഭംഗിയായി കൊണ്ടുപോകാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കും അതിൻ്റെ കോർഡിനേറ്റർമാർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതുമാത്രമല്ല, അശരണരെയും ആലംബഹീനരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളെ സംരക്ഷിക്കാൻ കാണിക്കുന്ന ആ മഹാമനസ്കത എത്ര പുകഴ്ത്തി പറഞ്ഞാലും മതിവരില്ല. സ്വയം വളരുക, മറ്റുള്ളവരെയും വളർത്തുക എന്നതാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം.
നമ്മുടെ ഗ്രൂപ്പ് വളർന്ന് പന്തലിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ പേര് സലീന, കൊല്ലം. താങ്ക് യു ഫോർ ആൾ. താങ്ക് യു സോ മച്ച്. ഹായ്, നമസ്കാരം. സ്കൂൾ ഓഫ് മൈൻഡ് പവർ സെലിബ്രേഷന് എൻ്റെ ഹൃദയം നിറഞ്ഞ ഭാവുക സ്നേഹപൂർവ്വം ആശംസകളോടെ സാജൻ പള്ളു. എത്രയും പ്രിയപ്പെട്ട എത്രയും സ്നേഹനിധിയായ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് മൈൻഡ് പവർ എന്ന പോസിറ്റീവ് സ്നേഹ സൗഹൃദം എൻ ഗ്രൂപ്പിൻ്റെയും ആയതിന് സമാനമായ 35 സബ് ഗ്രൂപ്പുകളുടെയും ഫൗണ്ടറും ഡയറക്ടറും മെൻറ്ററും മൈൻറ്റൈനറും കൗൺസിലറും NLP ട്രെയിനറും മൈൻഡ് മാസ്റ്റേഴ്സ് സർട്ടിഫൈഡ് ട്രെയിനറും എല്ലാമായിട്ടുള്ള സന്തോഷ് സാറിനാൽ നിയോഗിക്കപ്പെട്ട എല്ലാ കോർഡിനേറ്റേഴ്സിനും അതോടൊപ്പം തന്നെ ഈ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് മൈൻഡ് പവറിൻ്റെ എല്ലാ മെമ്പേഴ്സിനും എല്ലാ പാർട്ടിസിപ്പൻസിനും നമസ്കാരം. എല്ലാവർക്കും തന്നെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സുഖത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും സമ്പന്നമായ ഇന്നേ ദിവസവും വരുന്നതായ എല്ലാ ദിവസവും അത്തരത്തിലായി തീരുവാൻ യൂണിവേഴ്സ് സർക്കാർ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ഷീബ, കൊടുങ്ങല്ലൂരാണ് ദേശം. സ്നേഹ സൗഹൃദ കൂട്ടായ്മയായ സ്കൂൾ ഓഫ് മൈൻഡ് പവറിൽ എൻ്റെ ഗ്രേറ്റ് അഡ്മിനായ സന്തോഷ് സാറിനും കൂടെയുള്ള എല്ലാ കൂട്ടുകാർക്കും പ്രത്യേക നമസ്തേ. ഞാൻ ഈ ഗ്രൂപ്പിൽ വന്നിട്ട് 2-3 മാസമായിട്ടുള്ളൂ. ഫസ്റ്റ് ഞാൻ വന്ന ഉടനെ തന്നെ ഇതിൽ ഞാൻ അധികം ടാസ്ക് ഒന്നും ചെയ്യാറില്ലായിരുന്നു. എല്ലാം കാണുകയും മനസ്സിലാക്കുമായിരുന്നു. പക്ഷെ പോകെ ഞാൻ ഈ ടാസ്ക് അറ്റൻഡ് ചെയ്ത് തുടങ്ങി, ടാസ്ക് പറഞ്ഞു തുടങ്ങി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ നമ്മുടെ ജീവിതത്തിൽ ഡെയിലി നമുക്ക് വരുന്ന വീഡിയോസ് നമ്മുടെ ജീവിതത്തിൽ ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതും, അല്ലെങ്കിൽ നാം വേറൊരാളുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനും ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അവർ വീഡിയോസിലുണ്ടാവാറുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ടാസ്ക് ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. എന്തോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട്. നാം പല ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ പെടുമ്പോഴോ അല്ലെങ്കിൽ ചെറിയ കോംപ്ലിക്കേഷൻസ് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അതിനെല്ലാം നമ്മൾ നന്ദിയോടെ തരണം ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും ഉള്ള ഒരു പ്രചോദനം ഈ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എത്ര തിരക്കുണ്ടെങ്കിലും എൻ്റെ മാക്സിമം ഈ അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ടാണ് ഞാൻ സ്ഥിരമായിട്ട് ഗ്രൂപ്പിൽ വരാറുള്ളത്. അത് എനിക്ക് എൻ്റെ ഒരു അനുഭവം കൊണ്ട് തന്നെയാണ് ഞാൻ ആ ഗ്രൂപ്പിൽ ഡെയിലി അതിൽ ടാസ്ക് പറഞ്ഞുകൊണ്ട് പോകുന്നത്. പ്രത്യേകമായിട്ട് ഞാൻ ഈ ഗ്രൂപ്പിൽ ഗ്രേറ്റ് അഡ്മിനോടും എന്നെ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത സന്തോഷ് സാറിനായ ഗ്രേറ്റ് അഡ്മിനായ സന്തോഷ് സാറിനും കൂടെയുള്ള എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു ഓൾ. സ്കൂൾ ഓഫ് മൈൻഡ് പവറിലെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. സ്കൂൾ ഓഫ് മൈൻഡ് പവർ എന്ന സ്നേഹ സൗഹൃദ കൂട്ടായ്മയുടെ 10ാമത് വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഈ ഗ്രൂപ്പിൻ്റെ എല്ലാമായ സന്തോഷിക്ക് ആദ്യമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലെ എല്ലാ കോർഡിനേറ്റേഴ്സിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരെയും മുഖം നേരിട്ട് കാണുവാൻ ഒരു അവസരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പ് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ഓരോ ദിവസവും രാവിലെ നമുക്ക് കിട്ടുന്ന ടാസ്ക് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് ആത്മവിശ്വാസവും നല്ല സന്ദേശവുമാണ്. ഓരോ ദിവസവും നല്ല സന്ദേശങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ അടിത്തറ പാവുകയാണ് ഈ സന്തോഷിച്ചും ഈ ഗ്രൂപ്പിൻ്റെ കോർഡിനേറ്റേഴ്സും കൂടി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് സംസാരിക്കാനും വോയിസ് മെസ്സേജുകൾ ആത്മവിശ്വാസത്തോടെ അറിയിക്കുവാനും കൂടിയുള്ള ഒരു ധൈര്യം കൂടി ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ടാസ്കൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് ലഭിക്കുന്നു. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ ഈ ഗ്രൂപ്പ് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു വെരി മച്ച്. ഹലോ, സ്കൂൾ ഓഫ് മൈൻഡ് പവർ സെലിബ്രേഷനിൽ എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഞാൻ ജയശ്രീ, ഇരിഞ്ഞാലക്കുടിയാണ് സ്വദേശം. സ്നേഹസൗഹൃദ കൂട്ടായ്മയായ സ്കൂൾ ഓഫ് മൈൻഡ് പവറിൻ്റെ സെലിബ്രേഷൻ്റെ ഈ ആഘോഷവേളയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ഞാനിതിൽ വന്നിട്ട് ഏകദേശം ഒരു 1.5 കൊല്ലത്തോളമായി. ഈ സ്കൂൾ ഓഫ് മൈൻഡ് പവറിൽ വന്നതിന് ശേഷം എനിക്ക് വന്ന മാറ്റം ചെറുതല്ല. അതിനാദ്യമേ
എൻ്റെ മെൻറ്ററായ സന്തോഷ് സാറിന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അതോടൊപ്പം സർവേശ്വരനും എൻ്റെ എല്ലാ ഗുരുക്കന്മാരോടും നന്ദി പറയുന്നു. എനിക്ക് ഭയമില്ലാതെ മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റിയ ആ ഒരു പ്രചോദനം ഈ സ്കൂൾ ഓഫ് മൈൻഡ് പവറിൽ നിന്ന് കിട്ടിയതാണ്. അതോടൊപ്പം സ്കൂൾ ഓഫ് മൈൻഡ് പവർ സ്പിരിച്വൽ മറ്റെല്ലാ ഗ്രൂപ്പുകളിലും എനിക്ക് ഭാഗമാകാനും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ഞാൻ ചെയ്യുകയും അതോടൊപ്പം കിട്ടുന്ന സന്തോഷവും സംതൃപ്തിയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇതിൽ വരുന്ന ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടും അവരുടെ ഫാമിലിയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ഇനിയും ഈ സ്കൂൾ ഓഫ് മൈൻഡ് പവറിൻ്റെ സെലിബ്രേഷൻ നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റട്ടെ. അതിനുള്ള സർവേശ്വരൻ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും നൽകട്ടെ. അതിലുപരി ഇതിൻ്റെയൊക്കെ അഡ്മിനായ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഫൗണ്ടറായ സന്തോഷ് സാറിൻ്റെ ജീവിതത്തിൽ ഒരുപാട് അബണ്ടൻസ് വരട്ടെ. ഇതിൽ നിൽക്കുന്ന എല്ലാവർക്കും എല്ലാവരുടെ ജീവിതത്തിലും എല്ലാവിധ സമ്പൽ സമൃദ്ധിയും വരട്ടെ എന്ന് സർവേശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജയൻ ചിറ്റാറ്റുകര എന്ന് അറിയപ്പെടുന്നത്. തിരുവനന്തപുരത്ത് ശാസ്താമംഗലത്തിനടുത്ത് ചിറ്റാറ്റുകര എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും. ഇപ്പം താമസിക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെ വട്ടിയൂർക്കാവിനടുത്ത് മണികണ്ഠേശ്വരം എന്ന സ്ഥലത്താണ്. ഞാൻ ഒരു സിവിൽ എഞ്ചിനീയറും ഒരു വാസ്തു കൺസൾട്ടൻറ്റും പിന്നെ ഒരു സർവേയറും മാതിരിയുള്ള കൺസ്ട്രക്ഷൻ എല്ലാം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഞാൻ യാദൃച്ഛിക ഏതാണ്ട് ഒരു വർഷത്തിനകത്ത് എത്തിച്ചേർന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതുപോലുള്ള പോസിറ്റീവായ കാര്യങ്ങളിലൊക്കെ എനിക്ക് വലിയ താല്പര്യമാണ്. പലതും ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്, പലതും എഴുതി വയ്ക്കാറുണ്ട്. ഇമാതിരി മെസ്സേജുകൾ ഞാൻ പലർക്കും ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എനിക്ക് വളരെ താല്പര്യമുള്ള കാര്യങ്ങളാണ്. നമ്മളെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാ കൂട്ടുകാരും വാസ്തവത്തിൽ ഇതുപോലുള്ള വിഷയങ്ങളിൽ താല്പര്യമുള്ളവരായിരിക്കാം. ആ താല്പര്യം കൊണ്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെല്ലാം ഒത്തുകൂടിയത്. എന്തായാലും ഈ 10ാം വാർഷികം ആഘോഷിക്കുന്ന സ്കൂൾ ഓഫ് മൈൻഡ് പവർ എന്ന ഈ സോഷ്യൽ കൂട്ടായ്മ വളരെ ദീർഘനാൾ നല്ല പ്രവർത്തനത്തോടെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിനുവേണ്ടി ഈ ഗ്രൂപ്പുകളെല്ലാം നിയന്ത്രിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന സന്തോഷ് സാറിനും ഈ ഗ്രൂപ്പിൽ നിത്യേന നല്ല നല്ല വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും അതോടൊപ്പം ഈ വീഡിയോകളെക്കുറിച്ച് അഭിപ്രായം പറയുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും മനസ്സമാനവും ശാന്തിയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്കൂൾ ഓഫ് മൈൻഡ് പവർ സെലിബ്രേഷന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. സ്നേഹസൗഹൃദ കൂട്ടായ്മയായ സ്കൂൾ ഓഫ് മൈൻഡ് പവറിലെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ സീന നൗഷാദ്, തൃശ്ശൂരാണ് വീട്. സ്കൂൾ ഓഫ് മൈൻഡ് പവർ എന്ന ഈ ഒരു ഫാമിലിയിലെത്തിയിട്ട് 1 വർഷം കഴിഞ്ഞു. യാദൃശ്ചികമായിട്ട് നമ്മുടെ സന്തോഷ് സാറിനെ ഒരു പ്രോഗ്രാം, ഞാൻ വർക്ക് ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ ഇടയിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യുകയും അദ്ദേഹം നമ്പർ വാങ്ങി യാദൃശ്ചികമായിട്ട് എത്തിയതാണ്. എന്തോ നമ്മൾ പറഞ്ഞ മാതിരി അദൃശ്യമായ എന്തോ ഒരു കൈകൾ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യിപ്പിച്ചു. അതിലൂടെ ഞാൻ ഈ ഒരു സ്കൂൾ ഓഫ് മൈൻഡ് പവർ എന്നുള്ള ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് എത്തി. അൽഹംദുലില്ലാഹ്, വളരെയധികം സന്തോഷം. കാരണം ഈ ഒരു സ്കൂൾ ഓഫ് മൈൻഡ് പവർ എന്ന് പറയുന്നത് 10 വർഷം കടന്ന് പോയി. ഒരു പ്രസ്ഥാനം 1 വർഷം, 2 വർഷം, 3 വർഷം അല്ല അതിലും കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ വിജയം തന്നെയാണ്. എല്ലാ കാര്യങ്ങളിലേക്കും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലേക്കും എന്തെങ്കിലും നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ നമുക്ക് മെൻറ്ററായിട്ട് നമ്മുടെ മെൻ്റലി സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സന്തോഷ് സാറ്, അത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരങ്ങൾ ശരിക്കും അദ്ദേഹത്തിന് തേടി വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷൻ നമ്മളോട് കാണിക്കുന്ന, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിനോട് കാണിക്കുന്ന ഡെഡിക്കേഷന് ദൈവം കൊടുത്തൊരു സമ്മാനമാണ്. അപ്പോൾ ഈ ഒരു പ്രസ്ഥാനത്തിൽ വരാനും അതിൽ ഇത്രയും ദിവസം നിലനിൽക്കാനും ഒക്കെ സാധിച്ചതിന് സർവേശ്വരനോടും അതുപോലെ തന്നെ സന്തോഷ് സാറിനോടും നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിലെ എല്ലാ കോർഡിനേറ്റേഴ്സിനോടും
എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസങ്ങളിലും മുടങ്ങാതെ നമുക്ക് ടാസ്ക് തരുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു. ഹായ്, ഞാൻ ബി എ സെബാസ്റ്റ്യൻ, ഗീതാഗോവിന്ദത്തിലെ ഗീതുവാണ്. സ്നേഹ സൗഹൃദ കൂട്ടായ്മയായ സ്കൂൾ ഓഫ് മൈൻഡ് പവറിലെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. സ്കൂൾ ഓഫ് മൈൻഡ് പവറിലെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ സ്കൂൾ ഓഫ് മൈൻഡ് പവർ എന്ന് പറയുന്ന ഗ്രൂപ്പ് മഹത്തരമായ 10 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്ന ഈ സുദിനത്തിൽ ഞാൻ ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായതിൽ വളരെ അഭിമാനപൂർവ്വം നിങ്ങളോടൊപ്പം എല്ലാവർക്കും എൻ്റെ ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും ഗ്രൂപ്പിൻ്റെ ഫൗണ്ടർ സന്തോഷ് സാർ മറ്റും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കോർഡിനേറ്റേഴ്സിനും എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും ആദ്യം തന്നെ നേർന്നുകൊള്ളട്ടെ. ഒരു ഗ്രൂപ്പ് മഹത്തരമായ ഒരു ആശയം വെച്ചിട്ട് 10 വർഷങ്ങൾ പിന്നിടുക എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. ആ നേട്ടത്തിൻ്റെ ഒരു പാർട്ടായിട്ട് ഞാൻ ഉൾപ്പെടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാൻ കഴിയും എന്നുള്ളതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നു. അപ്പോൾ ഈ 10 വർഷത്തെ ആഘോഷത്തിൽ ഞാനും നിങ്ങളോടൊപ്പം എത്തിയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകർക്കും, ബഹുമാനപ്പെട്ട സന്തോഷ് സാറിനും, ബഹുമാനപ്പെട്ട കോർഡിനേറ്റേഴ്സിനും, എൻ്റെ പേരും കൂടുതൽ അറിയില്ലാത്ത എല്ലാവർക്കും, ഗ്രൂപ്പിലുള്ള എല്ലാവരെയും പേഴ്സണലായിട്ട് പരിചയപ്പെടാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും, എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടെ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്നേഹ സൗഹൃദ കൂട്ടായ്മയായ സ്കൂൾ ഓഫ് മൈൻഡ് പവറിലെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഹായ്, സ്കൂൾ ഓഫ് മൈൻഡ് പവറിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ സ്കൂൾ ഓഫ് മൈൻഡ് പവറിൻ്റെ എല്ലാമായ നമ്മുടെ ഏറെ പ്രിയങ്കരനായ ഡോക്ടർ സന്തോഷ് കുമാർ സാറിനും ഇതിൻ്റെ കോർഡിനേറ്റേഴ്സായിട്ടുള്ള എൻ്റെ എല്ലാ വ്യക്തികൾക്കും എൻ്റെ സാദര നമസ്കാരം. സ്കൂൾ ഓഫ് മൈൻഡ് പവർ ഇന്ന് 10 വർഷം തികയുന്ന ഒരു ആഘോഷമാണ് നമ്മൾ കൊണ്ടാടുന്നത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ സ്കൂൾ ഓഫ് മൈൻഡ് പവർ എന്ന സ്നേഹ സൗഹൃദ കൂട്ടായ്മ സ്വയം വളരുക, മറ്റുള്ളവരെ വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ നമ്മുടെ ഈ കൂട്ടായ്മ വളരെയധികം അഭിമാനം നിറഞ്ഞ ഒരു ദിവസം തന്നെയാണിന്ന്. കാരണം നമ്മൾ ഒക്കെയും പല പല ഗ്രൂപ്പുകളിലും, നമുക്കൊക്കെ അറിയാം പല പല ഗ്രൂപ്പുകളുണ്ട്, പലതരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ടെങ്കിലും ഇത്രയും അടുക്കും ചിട്ടയോടുകൂടി വളരെ അച്ചടക്കത്തോടു കൂടി പോകുന്ന ഒരു നല്ലൊരു കൂട്ടായ്മയാണ് സ്കൂൾ ഓഫ് മൈൻഡ് പവർ. അതിൻ്റെ 10ാം വാർഷികമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഡോക്ടർ സന്തോഷ് കുമാർ സാറ് ഇതിൻ്റെ ഓരോ വാർഷികം വരുമ്പോഴും നമുക്ക് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന നമ്മുടെ അനിൽജി, ഷെഫീഖ്, നമ്മുടെ ബാബു സാർ, അതുപോലെ തന്നെ നമ്മുടെ പ്രസാദ്ജി, എല്ലാവരെയും തന്നെ ഈ സ്കൂൾ ഓഫ് മൈൻഡ് പവറിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിക്കുന്നു. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് നമ്മുടെ സ്കൂൾ ഓഫ് മൈൻഡ് പവർ എത്തട്ടെ. എല്ലാവിധ ആശംസകളും നല്ലൊരു സന്ധ്യാവന്ദനവും നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. സ്കൂൾ ഓഫ് മൈൻഡ് പവർ എന്ന ഈ സ്നേഹ സൗഹൃദ കൂട്ടായ്മ ഇന്നിവിടെ 10 വർഷം പിന്നിടുകയാണ്. ഈ ഒരു ഗ്രൂപ്പ് 10 വർഷം പിന്നിടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് വന്നിട്ട് ഏകദേശം 1.5 വർഷം തികയാറായി. ഈ 1.5 വർഷം കൊണ്ട് എനിക്കുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് ചെറുതല്ല, വളരെ വലിയ മാറ്റം തന്നെയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ആദ്യം ഈ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളെപ്പോലെയും ഓരോ തരുന്ന ടാസ്ക് വളരെ വിശദമായി വിലയിരുത്തി അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരുടെ പോസ്റ്റിന് കമൻ്റ് ചെയ്ത് കുറച്ചുകൂടി ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ സന്തോഷ്ജി ഞായറാഴ്ചകളിലെ ടാസ്ക് ചെയ്യാനുള്ള കോർഡിനേറ്ററായി സൺഡേ റൂബി എന്ന ഒരു സ്ഥാനം നൽകിക്കൊണ്ട് അതിനെന്നെ നിയുക്തയാക്കി. ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ ഒരു കർത്തവ്യം, എന്നിൽ അർപ്പിതമായ കർത്തവ്യം ചെയ്യാൻ എനിക്ക് സാധിക്കാറുണ്ട്. എല്ലാ അംഗങ്ങളെയും സ്വന്തം സഹോദരി സഹോദരന്മാരായി കണ്ടുകൊണ്ട് ഇനിയും ഈ ഒരു കൂട്ടായ്മ 10 വർഷമല്ല ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് പോവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.
സ്നേഹസൗഹൃദ കൂട്ടായ്മയായ സ്കൂൾ ഓഫ് മൈൻ പവറിലെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. സ്കൂൾ ഓഫ് മൈൻ പവർ എന്ന ഗ്രൂപ്പിൻ്റെ 10ാമത്തെ സെലിബ്രേഷൻ നമ്മളിന്ന് ആഘോഷിക്കുകയാണ്. ഈ ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വയം വളരുകയും മറ്റുള്ളവരെ വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഡയറക്ടറായ ഡോക്ടർ സന്തോഷ് സാറ്. ഇതിലൂടെ നമ്മളെ ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം നമുക്കുണ്ടായ അനുഭവങ്ങൾ, നമുക്കുണ്ടായ മാറ്റങ്ങൾ, അതാണ് നമ്മൾ പരസ്പരം ഇവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗ്രൂപ്പിലൂടെ കടന്നു വരുമ്പോൾ നമ്മൾ ആരായിരുന്നു, അതിനുശേഷം നമുക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പോൾ നമ്മൾ ആരാണ് എന്നൊക്കെയുള്ള നമുക്കൊന്ന് പരസ്പരം നമുക്ക് മനസ്സിലാക്കാനൊക്കെ ഒരു അവസരം കൂടിയാണ്. നമ്മളെല്ലാ 50 ദിവസം കൂടുമ്പോഴും നമ്മുടെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം നമ്മൾ ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം നമ്മൾ പരസ്പരം വോയിസ് മാത്രമാണ് നമ്മൾ ഇടാറുള്ളൂ. പുതിയ ആൾക്കാരെ നമുക്ക് കാണുവാൻ നമുക്ക് അവസരം കിട്ടാറില്ല. ആ അവസരം ലഭിക്കുന്നതിന് കൂടിയാണ് ഇതുപോലുള്ള സെലിബ്രേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്വയം വളരുകയും മറ്റുള്ളവരെ വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഡയറക്ടറും സബ് ഗ്രൂപ്പുകളുടെ എല്ലാം ഡയറക്ടറായ ഡോക്ടർ സന്തോഷ് ജി വളരെ വിഭാവനം ചെയ്ത ഒരു കുടുംബം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സ്കൂൾ തന്നെയാണ് സ്കൂൾ ഓഫ് മൈൻ പവർ എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കെല്ലാവർക്കും, പുതിയതായിട്ട് കടന്നു വന്നവർക്കും എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നന്ദിയും അറിയിക്കുന്നു. ഇനിയും സ്വയം വളരുവാനും മറ്റുള്ളവരെ വളർത്തുവാനും, നമ്മൾ വളരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ളവരെ വളർത്തുവാനും കൂടെ കഴിയട്ടെ. അതിനുള്ള ഒരു യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ. സ്നേഹസൗഹൃദ കൂട്ടായ്മയായ സ്കൂൾ ഓഫ് മൈൻ പവറിൻ്റെ അഡ്മിനായ ഡോക്ടർ സന്തോഷ് സാറിന്, ഇതിൻ്റെ കോർഡിനേറ്റേഴ്സായ എല്ലാവർക്കും, മറ്റ് സഹോദരങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. എൻ്റെ പേര് ജ്യോതി. ഞാൻ ഇസ്രായേലാണ് വർക്ക് ചെയ്യുന്നത്. നാട് കായംകുളം. എനിക്ക് 2 ആൺകുട്ടികളാണുള്ളത്. ഏകദേശം 1 വർഷത്തോളം ആവുന്ന ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ട് അതിന് സാറിനോട് എനിക്ക് വളരെയേറെ നന്ദിയുണ്ട്. ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം എൻ്റെ സ്വഭാവത്തിലുണ്ടായ മാറ്റങ്ങൾ വളരെ ഏറെ എനിക്ക് വിലപ്പെട്ടതാണ്. കാരണം ഞാൻ മുമ്പൊരു കാര്യങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞ് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുമായിരുന്നു. എടുത്തിയാട്ടം എൻ്റേത് മാറി. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യം വരുമായിരുന്നു. ദേഷ്യപ്പെടൽ അല്ലെങ്കിൽ ക്ഷമ, അത് ദേഷ്യപ്പെടൽ മാറി ക്ഷമ പഠിച്ചു. സംസാരത്തിൽ ഓവറായിട്ടുള്ള സംസാരം എനിക്ക് കുറയ്ക്കാൻ പറ്റി. കാരണം ഇഷ്ടപ്പെടുന്നവരോട് ഒരുപാട് സംസാരിക്കുന്ന ഇതുണ്ടായിരുന്നു. അത് സംസാരത്തിൽ ഇപ്പോൾ കൺട്രോൾ വരുത്താൻ പറ്റി. നമ്മൾക്ക് ഈ ഗ്രൂപ്പിനകത്ത് സ്വയം വളരുക, മറ്റുള്ളവരെ വളർത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ ആണ് അതിലിടുന്ന ഓരോ വീഡിയോസും നമ്മളുടെ തന്നെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ വൈകിപ്പോയ സന്ദേശങ്ങളും ഉണ്ട്. എന്നാൽ പോലും ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിന് അത് ഉപകരിക്കുന്നു. നമ്മളതെല്ലാം ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുകയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും അങ്ങനെയുള്ള പാളിച്ചകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പോൾ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയും നമുക്കതിനുള്ള ധൈര്യവും അറിവുകളും ഇതിനകത്തു നിന്ന് ലഭിക്കുന്നു. ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ എല്ലാം പോകട്ടെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ, എന്നെങ്കിലും എല്ലാവരെയും ഒന്നിച്ച് ഒരിടത്ത് വെച്ച് കാണാമെന്നുള്ള ആഗ്രഹത്താൽ താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. സ്കൂൾ ഓഫ് മൈൻ പവറിൻ്റെ 10ാമത് വാർഷികമാണ്. ഒരു സൗഹൃദ കൂട്ടായ്മ 10 വർഷം പിന്നിടുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ദൗത്യം തന്നെയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർ സന്തോഷ് കുമാർ സാറിനും അതുപോലെ ഓരോ ദിവസത്തെയും കോർഡിനേറ്റർമാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇതുപോലെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ. സ്കൂൾ ഓഫ് മൈൻ പവറിലെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്നേഹ സൗഹൃദ കൂട്ടായ്മയിൽ 10 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഈ 10 വർഷം തികഞ്ഞിട്ടുണ്ട്. ഈ തികഞ്ഞ അവസരത്തിൽ അതിൻ്റെ സന്തോഷം അറിയിക്കുകയാണ്.
ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ എല്ലാമായ സന്തോഷ്, അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലെ ഓരോ മെമ്പേഴ്സ് എല്ലാവരോടും അതിൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. സ്നേഹസൗഹൃദ കൂട്ടായ്മയായ സ്കൂൾ ഓഫ് മൈൻഡ് പവറിലെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി, നമസ്കാരം. നമ്മുടെ 10ാമത്തെ വർഷം ആഘോഷിക്കുന്ന നമ്മുടെ ഈ കൂട്ടായ്മയിൽ എനിക്കും ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കരുതുന്നു. നമ്മുടെ സന്തോഷ് സാർ ഒരുപാട് സ്വയം വളരുക, മറ്റുള്ളവരെ വളർത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയും നല്ലൊരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് വന്നത് കൊണ്ട് ഒരുപാട് പേർക്ക് അതിൻ്റേതായൊരു ഗുണമുണ്ടായിട്ടുണ്ട്, മാനസികമായിട്ടും ഉള്ള. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം എനിക്കും അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും വരുന്നത് അടുത്ത ആൾക്കാർക്കും ഇതിൽ ഒരുപാട് ഗുണമുണ്ടാവട്ടെ, സപ്പോർട്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. സ്കൂൾ ഓഫ് മൈൻഡ് പവറിൻ്റെ ഗ്രേറ്റ് അഡ്മിൻ സന്തോഷ് സാർ, മറ്റു സ്നേഹ സൗഹൃദങ്ങളെ എല്ലാവർക്കും നമസ്കാരം. സന്തോഷവും സമാധാനവും ശുഭപ്രതീക്ഷകളും നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു. ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൻ്റെ 10ാമത് വാർഷികമാണ് നാം ഇവിടെ ആഘോഷിക്കുന്നത്. ഈ സന്തോഷ സുദിനത്തിൽ ഗ്രൂപ്പിലെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു. ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമായതിലുള്ള സന്തോഷവും കടപ്പാടും അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായ മാറ്റങ്ങളും എൻ്റെ സംസാരത്തിലും എൻ്റെ പെരുമാറ്റത്തിലും എൻ്റെ ചിന്തകളിലുമൊക്കെ ഉണ്ടായ പുരോഗതിയുമൊക്കെ ഞാൻ വളരെ നന്ദിയോടെ സ്മരിക്കുന്നു. കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുവാൻ എനിക്കും ഈ ഗ്രൂപ്പിലെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്തതിന്, എൻ്റെ വളർച്ചയിൽ താങ്ങും തണലുമായതിന് സന്തോഷ് സാറിനോടും ഗ്രൂപ്പിലെ മുഴുവൻ അംഗങ്ങളോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. സ്കൂൾ ഓഫ് മൈൻഡ് പവർ എന്ന നമ്മുടെ സ്നേഹ സൗഹൃദ കൂട്ടായ്മ 10 വർഷം പൂർത്തിയാക്കുന്ന ഒരവസരത്തിലാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. നമ്മളെ ഒരുപാട് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയും നമുക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും നമുക്ക് വേണ്ടി നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന സന്തോഷ് സാറിനെ അനുസ്മരിക്കാനാണ് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഗ്രൂപ്പിൽ വന്ന ശേഷം എനിക്ക് ലഭിച്ചിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഞാൻ നന്ദിയോടെ ഈ സമയം ഓർമ്മിക്കുന്നു. ഈ ഗ്രൂപ്പ് തീർച്ചയായും ഇനിയും ഒരുപാട് വർഷങ്ങൾ നല്ല രീതിയിൽ നടന്നുകൊണ്ട് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന ഓരോ കോർഡിനേറ്റേഴ്സിനും ഓരോ ഗ്രൂപ്പ് അംഗങ്ങൾക്കും നന്ദിയോടെ ഈ ദിവസത്തിൻ്റെ ആശംസകൾ നേരുന്നു. ഇതിൽ വന്ന ശേഷം ജീവിതത്തിൽ വളരെ സന്തോഷമുണ്ട്. ജീവിതത്തിൽ ഒരു സമയത്തും നമ്മൾ സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥയില്ല. ഓരോ ദിവസത്തെയും നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും മിക്കവാറും നമുക്ക് ലഭിക്കുന്ന ടാസ്കുകൾ. അത് നമ്മളെ വളരെ പോസിറ്റീവായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുമുള്ളവരുടെ കൂടെയുള്ള ഒരു സഹകരണത്തിലും ഒക്കെയാണെങ്കിലും ഈ സ്കൂൾ ഓഫ് മൈൻഡ് പവറിൽ വന്ന ശേഷം വളരെ നല്ല മാറ്റമുണ്ട്. വളരെ പോസിറ്റീവായിരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് ഷെയർ ചെയ്യാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാർക്കും എല്ലാ കൂട്ടുകാർക്കും നന്മകൾ ആശംസിക്കുന്നു. ശുഭരാത്രി നേരുന്നു. താങ്ക് യു സോ മച്ച്. സ്കൂൾ ഓഫ് മൈൻഡ് പവർ ഫാമിലിയിലെ എല്ലാ കൂട്ടുകാർക്കും നമസ്തേ. ഇന്നലെ ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല. നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ ഏറ്റവും നല്ലൊരു സുദിനമായിരുന്നു ഇന്നലത്തേത്. കാരണം ഗ്രൂപ്പ് 10 വർഷം പൂർത്തിയാക്കുന്നു. ഒരു ഗ്രൂപ്പ് 10 വർഷം പൂർത്തിയാക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട്. സന്തോഷ് കുമാർ സാറിൻ്റെ അക്ഷീണ പരിശ്രമം, എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുക, ഗ്രൂപ്പിനെ നിലനിർത്തുക. എല്ലാ ദിവസവും ഇതിൽ നല്ല നല്ല വീഡിയോസ് വരുമ്പോൾ ആ വീഡിയോസ് നമ്മൾ കാണുക, അഭിപ്രായം പറയുക. അങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഈ ഒരു നല്ല ഗ്രൂപ്പ് എന്നും ഇങ്ങനെ നിലനിൽക്കട്ടെ, വിജയങ്ങളുണ്ടാകട്ടെ. സ്കൂൾ ഓഫ് മൈൻഡ് പവർ ഗ്രൂപ്പിൻ്റെ ഫൗണ്ടർ സന്തോഷ് സാർ, പ്രിയ കോർഡിനേറ്റേഴ്സ്, മെമ്പേഴ്സ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ ദിവസം എന്തുകൊണ്ടും ഒരു മഹത്തരമായൊരു ദിവസമാണ്. സ്വയം വളരുവാനും
മറ്റുള്ളവരെ വളർത്താനും പ്രചോദനമാകുന്ന സന്തോഷ് സാറിൻ്റെ ഫൗണ്ടറായ സന്തോഷ് സാറിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഗ്രൂപ്പുകളുടെയും ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം കൂടിയാണിത്. 10 വർഷം പൂർത്തിയാകുന്ന ഈ വേളയിൽ എൻ്റെ എല്ലാവിധ അനുഗ്രഹ ആശംസകളും നേരുന്നു. നമസ്കാരം. സ്നേഹസൗഹൃദ കൂട്ടായ്മയായ സ്കൂൾ ഓഫ് മൈൻഡ് പവറിലെ അഡ്മിൻ ശ്രീ സന്തോഷ് സാറിനും മറ്റ് എല്ലാ കൂട്ടുകാർക്കും നല്ല ആശംസകളോടെ ഈ ദിവസം തുടങ്ങട്ടെ. സ്നേഹസൗഹൃദ കൂട്ടായ്മയായ ഈ സ്കൂൾ ഓഫ് മൈൻഡ് പവറിൽ വന്നതിന് ശേഷം എനിക്ക് എല്ലാ കാര്യങ്ങളെയും ഞാൻ ഇതുവരെ നോക്കിക്കണ്ടതിൽ നിന്നും മാറി വേറൊരു രീതിയിൽ നോക്കിക്കാണാൻ പറ്റും. എൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ ഒന്ന് മാറാൻ ഓരോ ദിവസവും ഇടുന്ന വീഡിയോകൾ സഹായിച്ചിട്ടുണ്ട്. ചില വീഡിയോകൾ നമ്മളെ ചിന്തിപ്പിക്കും, ചിലത് നമ്മളെ പ്രചോദിപ്പിക്കും, ചിലത് നമ്മളെ മാറ്റി ചിന്തിപ്പിക്കും. അങ്ങനെ ഒരുപാട് മേന്മകൾ ഈ ഗ്രൂപ്പിൽ, ഈ കൂട്ടായ്മയിൽ വന്ന ശേഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ചിന്തകളിലുണ്ടായി. താങ്ക് യു. ഇനിയും ഇതേപോലെ ഒരുപാട് വിശേഷ ദിവസങ്ങൾ ഈ കൂട്ടായ്മയോടൊപ്പം ആഘോഷിക്കാൻ കഴിയട്ടെ. താങ്ക് യു.